ഇന്ത്യക്കെതിരെ നിരവധി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത ലഷ്കർ ഇ തൊയ്ബയുടെ സഹസ്ഥാപകനും കൊടും ഭീകരനുമായ അമീർ ഹംസ വെടിയേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ. പാകിസ്ഥാനിലെ ലാഹോറിൽ വ്യാഴാഴ്ച പകൽ സമയത്താണ് അജ്ഞാതരായ തോക്കുധാരികൾ ഹംസയെ വെടിവെച്ചത്. ഒരു വാർത്താ ചാനലിന്റെ ഓഫീസിന് സമീപം കാറിലിരിക്കെയായിരുന്നു വെടിയേറ്റത്. ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയും സംഘടനയുടെ പ്രത്യയശാസ്ത്ര തലവനുമാണ് ഇയാൾ. 2008 മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ളവയുടെ ബുദ്ധികേന്ദ്രങ്ങളിൽ ഒരാളായിരുന്നു അമീർ ഹംസ. 2012 അമേരിക്ക ഇയാളെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഹംസയ്ക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ വധശ്രമമാണിത്. 2025 മെയ്യിൽ നടന്ന വെടിവെപ്പിൽ നിന്ന് ഇയാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരുന്നു. ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറിന് പ്രതികാരം ചെയ്യുമെന്ന് ലഷ്കർ കമാൻഡർമാർ വീഡിയോ സന്ദേശത്തിലൂടെ ഭീഷണി മുഴക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ലഷ്കറിലെ ആഭ്യന്തര കലഹമാണോ, സാമ്പത്തിക തർക്കമാണോ, അതോ മറ്റ് ഏജൻസികളുടെ രഹസ്യ നീക്കമാണോ വെടിവെപ്പിന് പിന്നിലെന്ന് ലാഹോർ പോലീസിന് വ്യക്തത ലഭിച്ചിട്ടില്ല. 2018 ലഷ്കറിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ജെയ്ഷെ മാൻകാഫ് എന്ന പുതിയ സംഘടന ഇയാൾ രൂപീകരിച്ചിരുന്നു. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ ശൃംഖലയുടെ അടിത്തറയിളക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഈ ആഴ്ചകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.